നമസ്കാരം, ഡോക്ടർ ക്യൂവിലേക്ക് സ്വാഗതം. തിമിരം എന്ന രോഗാവസ്ഥയെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ക്യൂവിൽ സംസാരിക്കുന്നത്. ഈ രോഗം പ്രധാനമായും പ്രായമായവരെ ബാധിക്കുന്നതായിട്ടാണ് വിശ്വസിക്കപ്പെടുന്നതെങ്കിലും അടുത്തിടെയായിട്ട് യുവാക്കളിലും തിമിരം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. തിമിരത്തിൻ്റെ കാരണങ്ങളെയും പ്രതിവിധികളെയും കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിലെ നേത്രരോഗ വിദഗ്ധ ഡോക്ടർ മീന CK നമ്മളൊപ്പം ചേരുകയാണ്. ഡോക്ടർ സ്വാഗതം ഡോക്ടർ ക്യൂവിലേക്ക്. നമസ്കാരം. ഡോക്ടർ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ആദ്യം എല്ലാവർക്കും വിചാരിച്ചു വെച്ചിരിക്കുന്ന ഈ പറഞ്ഞ പോലെ പ്രായമായവർക്ക് മാത്രം വരുന്നൊരു കണ്ണിന് വരുന്ന പ്രശ്നമാണ് തിമിരം എന്നാണ്. പക്ഷേ ഇപ്പോൾ ചെറുപ്പക്കാരിലൊക്കെ കേട്ടു തുടങ്ങിയിട്ടുണ്ട്. എന്താണ് തിമിരം? അത് പറഞ്ഞ് നമുക്ക് തുടങ്ങാം. നമ്മുടെ കണ്ണില് ക്യാമറ ലെൻസ് പോലെ ഒരു ലെൻസ് ഉണ്ട്. ക്രിസ്റ്റലൈൻ ലെൻസ് എന്നാണ് അത് പറയണത്. അത് വളരെ അതിന്റെ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടും വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ലെൻസ് ആണ്. അതിനൊരു പവറും ഉണ്ട്. അതിൽ കൂടെ ലൈറ്റ് പോയി നമ്മുടെ റെറ്റിനയിൽ വീണിട്ടാണ് നമുക്ക് ഈ കാഴ്ച കിട്ടുന്നത്. ഈ തിമിരം എന്ന് പറയുന്നത് ഈ ക്ലിയർ ആയ ലെൻസിൽ എന്തെങ്കിലും ഒരു പാട പോലെ, യൂഷ്വലി അതൊരു വെള്ള നിറത്തിലാണ് വരിക. ആ ഒരു നിറം മാറ്റം അല്ലെങ്കിൽ അതിന്റെ ക്ലാരിറ്റി പോണ ഒരു അവസ്ഥയാണ് തിമിരം എന്ന് പറയുന്നത്. ശരി ശരി. ഈ പ്രായമായവർക്ക് മാത്രമാണോ തിമിരം ഉണ്ടാവുന്നത്? അങ്ങനെ വല്ലതും ഉണ്ടോ? അങ്ങനെ പറഞ്ഞ ഭൂരിഭാഗം തിമിരം പ്രായമായവരിൽ തന്നെയാണ് വരുന്നത്. അത് നമ്മൾ ഏജ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ലെൻസിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ആണ് തിമിരമായിട്ട് വരുന്നത്. അതുകൊണ്ട് ഭൂരിഭാഗം തിമിരം പ്രായമായവരിലാണ് കാണുന്നത്. പക്ഷെ അങ്ങനെയല്ല, വേറെ പല കാരണം കൊണ്ടും തിമിരം വരുന്നുണ്ട്. പ്രത്യേകിച്ച് ബ്ലഡ് ഷുഗർ ഹൈ ആയവർക്ക്, പിന്നെ ചില തരം മരുന്നുകൾ ഉപയോഗിക്കുന്നവർ, സ്റ്റീറോയിഡ് പോലത്തെ മരുന്നുകൾ ഉപയോഗിക്കുന്നവർക്ക്, പിന്നെ ഇത് മാത്രമല്ല ചെറിയ കുട്ടികളിലും തിമിരം വരാം. ജനിച്ച ഉടനെ തിമിരം വരാം. അത് ജന്മനായുള്ള ഒരു പ്രശ്നങ്ങളാണ്. വേറെ അസുഖങ്ങൾ, വൈറസിന്റെ അസുഖങ്ങൾ, അങ്ങനെ പല കാരണം കൊണ്ടും തിമിരം വരാം. ഭൂരിഭാഗം പ്രായം കൊണ്ട് വരുന്നതാണ്. പക്ഷെ എന്നാലും നമ്മൾ ഇങ്ങനത്തെ ഒക്കെ റൂൾ ഔട്ട് ചെയ്യണം. വേറെ അസുഖങ്ങളും അങ്ങനെയുള്ളവർക്കാണ് ചെറുപ്പത്തിലെ തിമിരം വരുന്നത്. ശരി ശരി. നമുക്ക് ഈ തിമിരത്തിന്റെ ലക്ഷണങ്ങൾ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? കാരണം പലപ്പോഴും വെള്ളയെഴുത്ത് പോലുള്ളതൊക്കെ പ്രായമാകുമ്പോൾ 40 വയസ്സ് കഴിയുമ്പോഴൊക്കെ വരാറുണ്ട്. നമുക്കിത് തിമിരമാണല്ലെങ്കിൽ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറുന്നു എന്ന് തിരിച്ചറിയുന്നത് എങ്ങനെയാണ് ലക്ഷണങ്ങളിലൂടെ? തിമിരത്തിന്റെ ഏറ്റവും വലിയ ലക്ഷണം കാഴ്ചക്കുറവാണ്. മറ്റേ ചില തിമിരങ്ങൾക്ക് കണ്ണട വെച്ച കാഴ്ച ഇംപ്രൂവ് ചെയ്യും. പലതരം തിമിരമുണ്ട്. ഈ തിമിരം എന്ന് പറയുന്നത് ലെൻസിന്റെ നടുവിൽ മാത്രം വരുന്ന ഒരു തരം തിമിരമുണ്ട്. അതില് ഒരു ഷോർട്ട് സൈറ്റ് പോലെ വരും. അതിന്റെ അർത്ഥം ആ പേഷ്യന്റിന് ദൂരേക്ക് കാണാൻ വിഷമവും, പക്ഷെ അവർക്ക് അടുത്ത് കാണാൻ എളുപ്പമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ചിലർ കംപ്ലൈന്റ് പറയില്ല, എന്ന് വെച്ചാൽ അവർക്ക് അടുത്ത് കണ്ണട ഇല്ലാതെ കാണാൻ പറ്റും. അതൊരു തരം തിമിരം. പക്ഷെ അധിക തിമിരത്തിനും പേഷ്യൻസിന് കണ്ണട വെച്ചാലും കാഴ്ച ബുദ്ധിമുട്ടായിരിക്കും. അപ്പോഴാണ് അവർ നമ്മുടെ അടുത്തേക്ക് വരുന്നത്. മെയിൻ ലക്ഷണം കാഴ്ചക്കുറവ് തന്നെയാണ്. പിന്നെ കുട്ടികളുടെ കാര്യം പറഞ്ഞ അതില് നമ്മൾ ഈ കളർ വ്യത്യാസത്തിലാണ് മനസ്സിലാക്കുന്നത് തിമിരം. കണ്ണിന്റെ ലെൻസിൽ ആ വെള്ള കളർ കണ്ടിട്ടാണ് അത് തിമിരാന്ന് മനസ്സിലാക്കുന്നത്. നമ്മുടെ കണ്ണിന്റെ മുന്നിൽ ഒരു പേപ്പർ വെച്ച് എങ്ങനെ നോക്കിയാൽ എങ്ങനെ ഉണ്ടാകും, അതുപോലെയാണ് ഈ തിമിരം വരുമ്പോൾ. ഈ ഇരട്ടിച്ചതായിട്ട് കാണുന്നതല്ല, അതുമെല്ലാം തിമിരത്തിന്റെ ഒരു ലക്ഷണമാണോ? ഇരട്ടിച്ച് കാണാം. അത് എപ്പോഴും വരുന്നൊരു ലക്ഷണമല്ല. പക്ഷെ ചില തിമിരം ആ ലെൻസിന്റെ പല ഭാഗത്തായിട്ട് ഒപ്പാസിറ്റീസ് വരും. ചില ഭാഗം ക്ലിയർ ആയിരിക്കും, ചില ഭാഗം പാട പോലെ ആയിരിക്കും. അങ്ങനെയുള്ളവർക്ക് രണ്ടായിട്ട് കാണാം, ചിലർക്ക് മൾട്ടിപ്പിൾ ആയിട്ട് കാണാം, രണ്ടിലും കൂടുതലായിട്ട് കാണാം. പിന്നെ കളറ് വ്യത്യാസങ്ങളായിട്ട് അങ്ങനെയൊക്കെ കാണാം. പക്ഷെ കോമൺ ആയിട്ടുള്ള പ്രശ്നം കാഴ്ചക്കുറവാണ്. ശരി ഡോക്ടർ, ഇപ്പോൾ ഈ തിമിരത്തെക്കുറിച്ച് നമുക്ക് പൊതുവായിട്ടുള്ളൊരു അറിവെന്ന് പറഞ്ഞാൽ സർജറിയിലൂടെ മാത്രമേ തിമിരം മാറ്റാൻ സാധിക്കത്തുള്ളൂ, സർജറി മസ്റ്റാണ് എന്നുള്ളതാണ്. അങ്ങനെയുണ്ടോ? തിമിരത്തിന് സർജറി തന്നെയാണോ ഏറ്റവും അവസാനത്തെ വാക്കെന്ന് പറയുന്നത്? ഡെഫിനറ്റ്ലി സർജറി തന്നെയാണ് തിമിരത്തിന് നമുക്ക് ഒരു ചെയ്യാൻ പറ്റുന്ന ഒരു പ്രശ്നം. പിന്നെ ചെറിയ തിമിരത്തിനൊക്കെ ചിലപ്പോൾ ഗ്ലാസസ് ഒക്കെ കൊടുക്കും. ഇതിപ്പോ ലാസ്റ്റ് വരി വരെ കാണാം, അതിന്റെ മുമ്പിൽ ഒരു ലൈനെ കാണുന്നില്ല. ആ ഒരു ഗ്ലാസ് വെക്കുമ്പോൾ അവർക്ക് ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. പക്ഷെ അങ്ങനത്തേന് വേണമെങ്കിൽ കൊടുക്കാം. പക്ഷെ തിമിരത്തിന് ട്രീറ്റ്മെന്റ് സർജറി തന്നെയാണ്. സർജറി ചെയ്താൽ ലെൻസ് മാറ്റിയാൽ തന്നെ അവർക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുള്ളൂ. ആ സർജറിയെ കുറിച്ച് ഒന്ന് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാം. കാരണം വിദേശ രാജ്യങ്ങളൊക്കെ ഒരു പ്രായം കഴിഞ്ഞാൽ ഈ തിമിരത്തിന്റെ ശസ്ത്രക്രിയയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് തന്നെയാണ് നേരത്തെ തന്നെ. അപ്പോൾ ഇത് ഇപ്പോഴും ആളുകളിലേക്ക്, നമ്മുടെ കേരളത്തിലൊക്കെ ഒരുപാട് പേര് ഇത്തരം സർജറിയിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ പ്രൊസീജിയർ എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാൽ. നമ്മുടെ കണ്ണിലെ ലെൻസ് എന്ന് പറയുന്നത് ഒരു സ്ഫെറിക്കൽ, അതിന് 2 ക്യാപ്സ്യൂൾ എന്ന് പറയും. അതിന്റെ ഉള്ളില് ഉള്ള ഒരു സബ്സ്റ്റൻസിനെയാണ് ഈ ലെൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് മുന്നിലും ഒരു ക്യാപ്സ്യൂൾ, പിന്നിലും ഒരു ക്യാപ്സ്യൂൾ. ആ ഫ്രണ്ടിലുള്ള ക്യാപ്സ്യൂളിൽ നമ്മൾ ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കുകയാണ്. എന്നിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ഈ ലെൻസിനെ എടുക്കുകയാണ്. അപ്പൊ പണ്ടൊക്കെ ചെയ്തിരുന്നത് ഈ ഫുൾ ലെൻസ് എടുത്തിട്ട്
പണ്ടത്തെ തിമിര ശസ്ത്രക്രിയ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഫുൾ ലെൻസ് എടുത്തിട്ട് അവർ കട്ടിയുള്ള കണ്ണട വെച്ചിട്ടാണ് നടന്നിരുന്നത്, ഈ ഇൻട്രാക്കുലർ ലെൻസസ് എന്ന് പറയുന്നത് വരുന്നതിന് മുന്നേ. പക്ഷെ ഇപ്പൊ നമുക്ക് നല്ല സൗകര്യങ്ങളായിട്ടുള്ള ഇൻട്രാക്കുലർ ലെൻസസ് ഉണ്ട്. അപ്പൊ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ മുൻപിലുള്ള ക്യാപ്സ്യൂളിൽ ഒരു ഓപ്പണിംഗ് ഇട്ട് ഈ ലെൻസിന് ഉള്ളിൽ ഈ തിമിര ആയിട്ടുള്ള ലെൻസിനെ പുറത്തേക്ക് എടുത്ത് ആ ഒരു ബാഗ് പോലെയാവും. അപ്പൊ അതിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഒരു ആർട്ടിഫിഷ്യൽ ഇൻട്രാക്കുലർ ലെൻസ് ഇടാണ്. അതാണ് ഈ കാറ്ററാക്ട് സർജറിയുടെ പ്രൊസീജിയർ. അത് പലതരത്തിലും ചെയ്യാം. ഇപ്പൊ മെഷീനുകൾ ഉപയോഗിച്ചാണ് നമ്മളിപ്പോ ചെയ്യുന്നത്. ഇപ്പൊ ഫേക്കോ സർജറി എന്ന് പറയും, ഫേക്കോ എമൾസിഫിക്കേഷൻ എന്ന് പറയും. അതില് ഒരു തരം എനർജി കൊടുത്ത് ആ ലെൻസിനെ പൊടിച്ച് നമ്മൾ അതിനെ ഈറ്റപ്പ് ചെയ്യണം. അപ്പൊ എന്താ ഒരു ഗുണം എന്ന് വെച്ചാൽ വളരെ ചെറിയൊരു ദ്വാരത്തിൽ കൂടെ ഈ സർജറി ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു മിക്കവാറും ഇപ്പൊ ഒരു 95% ഒരു ചെറിയൊരു ഓപ്പണിംഗ് കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഇപ്പോഴത്തെ ഒരു ഗുണം. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്, അതിനുശേഷം നമുക്ക് മറ്റുള്ള ഡീറ്റെയിലേക്ക് വരാം. മോഹനൻ മലപ്പുറത്ത് നിന്നും. മോഹനൻ ചോദിച്ചോളൂ. ഡോക്ടർ കേൾക്കാമോ? കേൾക്കാം. ഡോക്ടർ, എന്റെ കണ്ണിന് ദൂരത്തുനിന്ന് നമുക്ക് വായിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. കണ്ണിന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ വരികയാണ് നമുക്ക് വായിക്കുമ്പോഴൊക്കെ. ദൂരത്തുനിന്ന് വായിക്കണോ അതോ അടുത്ത് വായിക്കാനാണോ ബുദ്ധിമുട്ട്? അടുത്ത് വായിക്കുമ്പോഴാണ് നമുക്ക് കണ്ണിന് വെള്ളം പൊട്ടുന്നത്, കണ്ണ് കടയുന്നത്, കണ്ണിന്റെ സൈഡൊക്കെ കടയുന്നത്. ദൂരത്തുള്ള നമുക്ക് വായിക്കാൻ പറ്റും, അതായത് ഇപ്പൊ കുറച്ച് വിട്ടുള്ള കാണാൻ പറ്റും. നിങ്ങക്ക് ഗ്ലാസസ് ഉണ്ടോ? കണ്ണട വെക്കുന്നുണ്ടോ നിങ്ങള്? ഇല്ല, വായിക്കാൻ വേണ്ടി നമുക്കിവിടെ നമ്മളൊരു ക്യാമ്പ് നടത്തിണ്ടായിരുന്നു. അതിന് നമുക്ക് മറ്റേ പെരുന്തൽമണ്ണ അൽഷിഫാല ഒരു കണ്ണട തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിപ്പോ അങ്ങോട്ട് ശരിയാവില്ല. അത് വെക്കുമ്പോഴും കണ്ണിൽ നിന്ന് വെള്ളം പൊട്ടുന്നുണ്ട്. അത് എത്ര കാലം മുന്നേ തന്ന കണ്ണടയാണ്? അത് ഒരു 2 വർഷം കഷ്ടിയായിട്ടുണ്ടാവും. അപ്പൊ അത് ചെക്ക് ചെയ്തിട്ട് തന്നെ ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യണം, അതിന്റെ പവർ മാറിക്കാണും. അതുകൊണ്ട് മാത്രമല്ല ദൂരേക്കും ചിലപ്പോൾ ചെറിയ പവർ ഉണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പോ അടുത്തുള്ള പവറിലും അത് വ്യത്യാസം വരുത്തും. ഈ ദൂരെയുള്ള അതിപ്പോ ഡെഫിനറ്റ്ലി നിങ്ങൾ ആ കണ്ണ് ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യണം. എന്നിട്ട് ദൂരേക്കുള്ള പവറും അടുത്തുള്ള പവറും ചിലപ്പോൾ മാറ്റേണ്ടി വരും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വ്യത്യാസം വരും. ഇരട്ടിയായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഡോക്ടറിനെ കാണിക്കണം. മിക്കവാറും ഗ്ലാസിന്റെ പവർ മാറ്റിക്കഴിഞ്ഞാൽ ഈ പ്രശ്നം മാറും. ശരി ശരി ഡോക്ടർ. ഡോക്ടർ, നേരത്തെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സർജറിയെ കുറിച്ചായിരുന്നു. ഈ ചെറുപ്പം മുതൽ ഗ്ലാസ് വെക്കുന്ന ആൾക്കാരൊക്കെ ഇല്ലേ, കുട്ടിക്കാലം മുതൽ വെക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഭാവിയിൽ ഇത്തരം പ്രശ്നങ്ങളിലേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണോ? അങ്ങനെ പറയാൻ പറ്റില്ല. ചെറുപ്പം മുതൽ ഗ്ലാസ് വെച്ചുകൊണ്ട് തിമിരം വരുന്നൊന്നുമില്ല. ഇല്ല. വേറെ ചില അസുഖങ്ങൾക്കൊക്കെ ഉണ്ട്. ഇപ്പം ഒരുപാട് ഹൈ പവറുള്ള ഹൈ മയോപ്പിയ എന്നൊക്കെ പറയും. അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ തിമിരം വരാൻ ഒരു സാധ്യത കുറച്ച് കൂടുതലുണ്ട്. അല്ലാതെ ഒരു ഗ്ലാസ് വെച്ചുകൊണ്ട് ഒരാൾക്ക് തിമിരം വരാൻ സാധ്യത. ലെൻസിന്റെ ഉപയോഗം കൂടുന്നവർക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ? കോൺടാക്ട് ലെൻസ്. അതെ അതെ. കോൺടാക്ട് ലെൻസ് വെക്കുന്നവർക്ക് കോൺടാക്ട് ലെൻസ് വെച്ചുകൊണ്ട് മാത്രം തിമിരം വരേണ്ട കാര്യമില്ല. ഇല്ല ഇല്ല ഇല്ല. ലെൻസിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം. കണ്ണുകളിൽ ലെൻസ് വെക്കുന്ന ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ കാര്യങ്ങളെ കുറിച്ച്. കണ്ണില് ലെൻസ് വെക്കുന്നത് ഈ കണ്ണിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബാഗ് എന്ന് പറയും, അതിന്റെ ഉള്ളിലേക്ക് വെക്കണം ലെൻസ്. അത് ഉള്ളിൽ വെക്കുന്നതാണ് അത് ഐഡിയൽ ആയിട്ടുള്ള പൊസിഷൻ അതാണ്. അങ്ങനെ വെച്ച് കഴിയുമ്പോൾ സാധാരണ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നാലും എല്ലാവരുടെ കണ്ണും ഒരേ വലിപ്പമായിരിക്കില്ല. അപ്പം വളരെ വലിയ കണ്ണുകള് അല്ലെങ്കിൽ തീരെ ചെറിയ കണ്ണുകള് അങ്ങനെ നമുക്ക് കിട്ടുന്ന ലെൻസ് ഒക്കെ ഏകദേശം ഒരേ സൈസിലാണ് കിട്ടുക. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ സ്റ്റേജസിലൊക്കെ നമ്മൾ വെക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം. പക്ഷെ പൊതുവേ നമ്മൾ കൃത്യമായ ആ സ്ഥലത്ത് വെച്ചാലും ഒന്നും വലിയ പ്രശ്നങ്ങൾ വരില്ല. പിന്നെ വേറെ അസുഖങ്ങൾ, ഇപ്പൊ കണ്ണിന് വേറെ തരം അസുഖങ്ങൾ ഉള്ളവർക്ക് അവർക്ക് തിമിരം ചെയ്യുമ്പോൾ കുറച്ചുകൂടി റിസ്ക് കൂടുതലുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരെ നമ്മൾ ഫോളോ അപ്പ് ചെയ്താൽ മതി. അതിനുള്ള ട്രീറ്റ്മെന്റുകൾ ഉണ്ട്, പക്ഷെ അങ്ങനെ ഒരു റിസ്ക് ഉണ്ടെന്ന് അവരോട് പറഞ്ഞു കൊടുക്കണം. ശരി ശരി ശരി. നമുക്കൊരു കോളർ കൂടി ഉണ്ട്, ഇബ്രാഹിം കുട്ടി. ഇബ്രാഹിം കുട്ടി ചോദിച്ചോളൂ. ഗുഡ് ആഫ്റ്റർനൂൺ മാഡം. ഗുഡ് ആഫ്റ്റർനൂൺ. എനിക്ക് 71 ഇയേഴ്സ് ഓൾഡ് ആണ്. എനിക്ക് 26-ാമത്തെ വയസ്സ് മുതൽ ഷോർട്ട് സൈറ്റ് ഉണ്ട്. അപ്പൊ അന്ന് വെച്ച ഗ്ലാസ് 2.5 ഗ്ലാസ് തന്നെ ഇപ്പോഴും അതിൽ ചേഞ്ച് ഒന്നുമില്ല. 2.25 ഷോർട്ട് സൈറ്റ്. ഇന്ന് അത് 26-ാമത്തെ വയസ്സിൽ ഇതുവരെയായിട്ട് ഒരു ചേഞ്ച് വന്നിട്ടില്ല. അത് അതേപോലെ നിൽക്കുകയാണ്. പിന്നെ കണ്ണട എടുത്തു വെച്ചാലാണ് വായിക്കാൻ കൂടുതൽ. കണ്ണട വെച്ചാലും വായിക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ കൂടുതൽ കണ്ണട എടുത്തു വെച്ചാലാണ് എളുപ്പത്തിൽ വായിക്കാൻ പറ്റുന്നത്. അതിപ്പോഴല്ല അന്നേ തുടങ്ങിയ. ഇപ്പൊ കുറച്ച് കാലമായിട്ട് കണ്ണിന്റെ അവിടെ ഇടയ്ക്കൊരു പാട പോലെ തോന്നും. കുറച്ച് കഴിഞ്ഞാണ് മാറിക്കുന്നുണ്ട്.
അത് കുറച്ച് അന്നത്തെ മാറുന്നുണ്ട്, ഒന്നും ചെയ്യാതെ തന്നെ മാറുന്നുണ്ട്. അപ്പൊ 3-4 പ്രാവശ്യമായി തുടങ്ങി. അത് എന്തിന്റെങ്കിലും രോഗലക്ഷണമാണോ? ആ പാട അനങ്ങുന്നുണ്ടോ? പാടങ്ങനെ പാട അനങ്ങുന്നുണ്ടോ? അല്ല, നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ എന്തോ ഒരു പാട പോലെ തോന്നും, വേറൊന്നുമില്ല. അതെ, ഇപ്പം പാടാന്ന് പറയുന്നത് അത് എല്ലാ നേരവും അവിടെ ഉണ്ടോ, അതോ അത് ഇടയ്ക്ക് കാണും ഇടയ്ക്ക് കാണില്ല, അങ്ങനെയാണോ? അത് ഇടക്കൊന്നുമില്ല, വല്ലപ്പോഴും ഇപ്പൊ 2-3 മാസം ഉണ്ടായാല് പിന്നെ ഒന്ന് എനിക്ക് തോന്നുന്നത് എനിക്ക് എപ്പിലെപ്സി ഉണ്ട്, അതിന്റെ ഇതായിട്ട് വരുന്നതാണോ എന്നും സംശയമുണ്ട്. ഇതിപ്പോ നിങ്ങൾ പറഞ്ഞിടത്തോളം നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. പണ്ട് വെച്ച ഗ്ലാസ് വെച്ചിട്ട് ഇപ്പോഴും നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യം തന്നെയാണ്. പക്ഷെ കണ്ണിന്റെ മുന്നിൽ പാട വരുന്നത് തിമിരം എന്ന് പറയുന്നതിനെ പറ്റിയാണ് നമ്മളിപ്പോ സംസാരിക്കുന്നത്. തിമിരമാണെങ്കിൽ ആ പാട സ്ഥിരമായിട്ട് അവിടെ ഉണ്ടാവും, കാണുമ്പം അവിടെ സ്ഥിരമായിട്ട് ഉണ്ടാവും. അങ്ങനെ ഇല്ല, ഇടയ്ക്ക് വരുന്ന പാടയാണെങ്കിൽ കണ്ണ് ഡയലേറ്റ് ചെയ്ത് നോക്കുക എന്ന് പറയും. ഡയലേറ്റ് ചെയ്ത് നോക്കി ലെൻസിന്റെ പുറകെ മുട്ടയുടെ വെള്ള പോലെ ഒരു ഭാഗമുണ്ട്, അതിൽ ചിലർക്ക് പാട വരും പ്രായമാകുമ്പോൾ. അതാണോ ഈ പ്രശ്നം എന്ന് അറിയാൻ വേണ്ടി ഡയലേറ്റ് ചെയ്ത് നോക്കണം, അപ്പോഴേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. തിമിരാണെങ്കിൽ സ്ഥിരമായിട്ട് പാടയായിട്ട് കാണും. ശരി ഡോക്ടർ, ശരി ഡോക്ടർ. ഒരു കോളർ കൂടി ഉണ്ട്, മണ്ണാർക്കാട് നിന്ന് അബ്ദുള്ള. അബ്ദുള്ള ചോദിച്ചോളൂ. സാറേ, ചോദിച്ചോളൂ. ന്യൂസ് പേപ്പറൊക്കെ വായിക്കുമ്പോ കണ്ണിൽ ഒരു വര പോലെ കാണുന്നുള്ളൂ. അബ്ദുള്ളയല്ലേ? എത്ര വയസ്സായി? 48. കണ്ണട വെക്കുന്നില്ലേ? കണ്ണട വെക്കുന്നുണ്ട് സാർ. കണ്ണട വെക്കുമ്പോ കാണുന്നുണ്ട്, പേപ്പർ വായിക്കുമ്പോ വര പോലെ കാണുന്നുള്ളൂ. കണ്ണട വെക്കാതെ വായിച്ചാൽ വര പോലെ കാണും. എന്താ വെച്ചാൽ 40 കഴിഞ്ഞാൽ നമുക്ക് വെള്ളയെഴുത്ത് തുടങ്ങും. അപ്പൊ കണ്ണട വെച്ചേ പറ്റുള്ളൂ, അപ്പോഴേ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുള്ളൂ. അതെ, ശരി ശരി. അതൊരു വെള്ളെഴുത്തിന്റെ ഭാഗമായിട്ടാണ് എന്നുള്ളതാണ് അബ്ദുള്ള കേട്ടെന്ന് വിശ്വസിക്കുന്നു. ഡോക്ടർ, നമ്മൾ ഈ പറയുന്ന പോലെ ഈ ലക്ഷണങ്ങളിലൂടെ തിമിരം തിരിച്ചറിയാൻ പല ലക്ഷണങ്ങൾ ഡോക്ടർ പറഞ്ഞു. നമുക്കിത് വരാതിരിക്കാൻ തുടക്കത്തിൽ ശ്രമിക്കാൻ പറ്റുമോ? കാരണം ഏകദേശം നമുക്കൊരു ധാരണയൊക്കെ വരുമ്പോഴേ എന്തെങ്കിലും മരുന്ന് കഴിക്കുകയോ അല്ലെങ്കിൽ കണ്ണിന് അത്തരത്തിലുള്ള എന്തെങ്കിലും ഭക്ഷണ രീതിയിൽ പോലും ഉൾപ്പെടുത്തിക്കൊണ്ട് തിമിരത്തിൽ ഒഴിവാക്കാനുള്ള എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ? ഞാൻ പറഞ്ഞ പോലെ ഈ പ്രശ്നങ്ങൾ കാരണം വരുന്ന തിമിരം നമുക്ക് ഒഴിവാക്കാം. ഇപ്പൊ ഡയബറ്റീസ് കാരണം വരുന്നത്, നല്ല ഡയബറ്റീസ് കൺട്രോൾ ഉണ്ടെങ്കിൽ അങ്ങനെ വരണമെന്നില്ല. പിന്നെ അങ്ങനെ തന്നെ ചിലർക്ക് ഈ ശ്വാസം മുട്ടലുള്ളവർ, അങ്ങനെ പലരും ചില ദേഹത്തിന് അസുഖമുള്ളവർക്ക് ലോങ് ടേം സ്റ്റിറോയിഡ്സ് കഴിക്കുന്നവരുണ്ടാവും. അവർക്കും ഈ ആ സ്റ്റിറോയിഡ്സിന്റെ ഡോസ് ടേപ്പർ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് വരാനുള്ള സാധ്യത കുറവാണ്. അല്ലാതെ പ്രായമായി വരുന്ന തിമിരത്തിന് ഇപ്പം നമുക്കൊരു മരുന്ന് എന്ന് പറയാനില്ല. അത് വരാതിരിക്കാൻ എന്ന് പറഞ്ഞൊരു മരുന്ന് നമുക്ക് ഇപ്പൊ ഇതുവരെ നിലവിലില്ല. നിലവിൽ സർജറി തന്നെയാണ്, സർജറിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. സർജറി തന്നെയാണ് ഇത്. ഒരു കണ്ണിന് ഇപ്പൊ നമുക്ക് ഈ പറയുന്ന തിമിരം ബാധിച്ചു എന്ന് വിചാരിക്കാം, അത് മറ്റേ കണ്ണിലേക്ക് പകരാനോ അല്ലെങ്കിൽ മറ്റേ കണ്ണിലും കൂടി അത് ബാധിക്കാനുള്ള ചാൻസ് ഉണ്ടോ? ഞാനത് കേട്ടില്ല. ഒരു കണ്ണിൽ തിമിരം ബാധിച്ചാൽ മറ്റേ കണ്ണിനും തിമിരം വരാനുള്ള ചാൻസ് കൂടുതലാണോ എന്ന് അറിയാനാ? ക്ലിയർ ആയോ ഡോക്ടർ? ഒരു കണ്ണിൽ ആദ്യം വരാം, ചിലർക്ക് ഒരു കണ്ണിൽ ഫുൾ മിക്സ്ചറായിട്ട് കാറ്ററാക്ട് വരാം, അത് കഴിഞ്ഞ്. ശരി ഡോക്ടർ, എന്തോ ടെക്നിക്കലി എന്തോ ചെറിയ വിഷയമാണെന്ന് തോന്നുന്നു. തിരിച്ചു വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം. ഡോക്ടർ ക്യൂവിലേക്ക് വീണ്ടും. ഡോക്ടർ, നമ്മൾ നേരത്തെ ഈ തിമിരത്തിൻ്റെ ശസ്ത്രക്രിയയെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഈ ഉപയോഗിക്കുന്ന ലെൻസുകൾ, എത്ര തരം ലെൻസുകളുണ്ട്, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു പോവാം. ലെൻസുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ അധികം ഫോൾഡബിൾ ലെൻസുകൾ എന്ന് പറഞ്ഞ ലെൻസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ചെറിയൊരു ഓപ്പണിങ്ങിൽ കൂടെ നമുക്ക് സർജറി ചെയ്ത് അതിലെ കൂടി ഈ ലെൻസ് മടക്കി ഉള്ളിലേക്ക് ഇടാൻ പറ്റും. അത് ഉള്ളിൽ പോയി അത് നിവർന്ന് നോർമലായിട്ട് കിടക്കും. അതായത് പഴയ പോലെ അത്രയും കോംപ്ലിക്കേറ്റഡ് അല്ല ഇപ്പോഴത്തെ സർജറികൾ. കോംപ്ലിക്കേഷൻസ് അല്ല, കൂടുതൽ മെഷീനുകൾ ഉപയോഗിച്ചാണ് നമ്മളിപ്പോ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് പഴയതിലും ആ മുറിവിന്റെ വലിപ്പം വളരെ ചുരുക്കിയിട്ടാണ് നമ്മളിപ്പോ ചെയ്യുന്നത്. മില്ലിമീറ്റർ കണക്കിൽ വളരെ 2 മില്ലിമീറ്റർ 2.5 മില്ലിമീറ്റർ അതിലാണ് നമ്മൾ ചെയ്യുന്നത്. 2 തരം ചെയ്യാം, പക്ഷെ ഇത് ആവുമ്പോ അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. പെട്ടെന്ന് മുറിവ് ഉണങ്ങും, പിന്നെ കണ്ണില് വേറെ ഇത് കാരണം മുറിവ് കാരണമുള്ള പവറുകൾ വരിക അങ്ങനെയൊന്നും ഉണ്ടാവില്ല. വേറുള്ളത് ഈ ലെൻസുകൾ ഇട്ടാല് നമ്മൾ അത് കഴിഞ്ഞാലും വായിക്കാൻ ചിലപ്പോൾ കണ്ണട വെക്കേണ്ടി വരും. അടുത്തുള്ള കാഴ്ചക്ക് എപ്പോഴും നമ്മുടെ നോർമൽ ലെൻസ്, നമ്മുടെ മനുഷ്യനിൽ സാധാരണയുള്ള ക്രിസ്റ്റലൈൻ ലെൻസ് എന്ന് പറയുന്നത് വായിക്കുമ്പം അതിന്റെ ഷേപ്പ് മാറിയിട്ടാണ് നമുക്ക് ഈ വായിക്കാൻ പറ്റുന്നത്.
അതൊരു പ്രായം കഴിയുമ്പോഴാണ് നമുക്ക് ഈ വെള്ളെഴുത്ത് വരുന്നത്. അപ്പോഴും നമുക്ക് ഈ പ്രായമാകുമ്പം ആ ലെൻസിനുള്ള ആ കഴിവ് പോവുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ കണ്ണട വെക്കേണ്ടത്. അപ്പൊ നമ്മുടെ നോർമൽ നാച്ചുറൽ ലെൻസിനെടുത്ത് നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ലെൻസ് വെക്കുമ്പോൾ ആ ഒരു കഴിവ് നമുക്ക് ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് വായിക്കാൻ ഗ്ലാസ് വേണ്ടി വരും. പക്ഷെ എന്നാലും ഈ ഒരു പ്രശ്നത്തിന് ഒഴിവാക്കാൻ വേണ്ടി ഇപ്പൊ മൾട്ടിഫോക്കൽ ലെൻസസ് എന്ന് പറഞ്ഞിട്ട് മൾട്ടിഫോക്കൽ ഇൻട്രാക്കുലർ ലെൻസസ് ഉണ്ട്. അത് ഇട്ടാല് ഒരു 100% കിട്ടില്ല, എന്നാലും ഒരു വലിയ ശതമാനം ആൾക്കാർക്ക് ഗ്ലാസ് ഇല്ലാണ്ട് വായിക്കാനും പറ്റും. ഓക്കെ ഗ്ലാസ് ഇല്ലാണ്ടും വായിക്കാൻ പറ്റും. വായിക്കാൻ ഓക്കെ ഞാൻ നേരത്തെ ബ്രേക്കിന് മുമ്പ് ഡോക്ടറോട് ചോദിച്ചൊരു ചോദ്യമായിരുന്നു, ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു കണ്ണിന് തിമിരം വന്നു, നമ്മൾ അതിന്റെ സർജറി ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും മറ്റേ കണ്ണിലേക്ക് ഈ തിമിരം ബാധിക്കാനുള്ള ചാൻസുകളുണ്ടോ? അത് ബാധിക്കാന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. മറ്റേ കണ്ണ് വേറൊരു ഫാക്ടറാണ്. അതില് ഇതേപോലെ ഇതേ പ്രശ്നങ്ങൾ വരാം. ഇപ്പൊ ഒരു ഡയബറ്റിക് പേഷ്യന്റിനാണെങ്കിൽ ആ കണ്ണിലും തിമിരം വരാം. അല്ലാണ്ട് ഈ കണ്ണില് സാധാരണ 2 കണ്ണിലും ഏകദേശം ഒരുപോലെയാണ് തിമിരം വരിക. പക്ഷെ എന്നാലും ചിലപ്പം വളരെ ചേഞ്ച്, ഒരു കണ്ണില് ഡെൻസ് ആയിട്ട് വരാം, പിന്നെ മറ്റേ കണ്ണില് കുറെ സമയം എടുക്കാം വരാൻ. പക്ഷെ ഈ കണ്ണില് വന്നത് കൊണ്ടാണ് മറ്റേ കണ്ണില് വന്നത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മുടെ വരണമെന്നില്ല, ഇല്ലാതെ ഇരിക്കാം. പക്ഷെ ഒരു കോളർ ഉണ്ട് നമ്മൾ ഒന്നെടുത്തേക്കട്ടെ. ഗോപാലകൃഷ്ണൻ ചോദിച്ചോളൂ. ഇത് ഞാനൊരു ഡയബറ്റീസ് പേഷ്യന്റ് ആണ് ഡോക്ടർ. ഹലോ, പറയൂ, കേൾക്കാനുണ്ട്. ഡയബറ്റീസ് പേഷ്യന്റ്. ഞാൻ എവറി 6 months ഞാൻ ഡോക്ടറെ കാണാറുണ്ട്. അപ്പോഴേ ഡോക്ടർ ഇതുവരെ തിമിരത്തിന്റെ സ്റ്റാർട്ടിങ് ആണ്, കുഴപ്പമില്ല, പിന്നെ ഡയബറ്റീസ് സംബന്ധിച്ച അസുഖങ്ങളൊന്നും ഇല്ല എന്ന് എപ്പോഴും പറയാറുണ്ട്. ഭയങ്കര ചൊറിച്ചില്. അപ്പോഴത് അതിന്റെ മെഡിസിൻ ഒഴിച്ചിട്ടും ഈ ഈ ഇറിറ്റേഷൻ മാറുന്നില്ല. അപ്പൊ അതിന്റെ കാരണം എനിക്കറിയത്തില്ല. ഞാൻ ഒരു പ്രാവശ്യം ഡോക്ടറെ അടുത്ത് പോയി, അപ്പോഴ ഈ മെഡിസിൻ ഒഴിക്കാൻ പറഞ്ഞ് പിന്നെ ഒരു ഗുളികയും തന്നു. അത് കഴിച്ചിട്ട് ഇത് കുറയുന്നില്ല, എന്താന്ന് അറിയത്തില്ല. എന്ത് മെഡിസിനാണ് നിങ്ങൾ ഒഴിച്ചത്? ഇത് സോഫ്റ്റ് വീക്ക് എന്ന് പറഞ്ഞൊരു മെഡിസിൻ ആണ് ഒഴിക്കുന്നത്. അത് ഈ ചൊറിച്ചിൽ എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. അധിക പേർക്കും ഒരു പ്രായമാകുമ്പോൾ വരും. മാത്രമല്ല കൂടുതലും ഈ ചൊറിച്ചിൽ കണ്ണിൽ ഡ്രൈനെസ് കാരണമാണ് വരുന്നത്. അതിന്റെ കൂടെ വല്ല എലർജിയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലാണ് വരുന്നത്. അപ്പൊ അതിനുള്ള മരുന്നാവും നിങ്ങൾക്ക് ഇപ്പൊ തന്നത്. ഈ ലൂബ്രിക്കൻസ് എന്ന് പറയും, അതിനുള്ള മരുന്നാണ് തരുന്നത്. പിന്നെ നമ്മൾ അങ്ങനത്തെ അറ്റ്മോസ്ഫിയർ അവോയ്ഡ് ചെയ്യാം. കണ്ണിൽ ഡ്രൈനെസ് ഉണ്ടാക്കുന്നത്, അപ്പം എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോൾ സൺഗ്ലാസസ് ഇടുക, കൂടുതൽ എ സിയിൽ ഇരിക്കാതിരിക്കുക, അങ്ങനത്തെ ഓരോരോ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ തന്നെ കുറെ ചേഞ്ചസ് വന്നു. അതിൽ ചേഞ്ചസ് ഗാർഡനിൽ നമ്മൾ പോകുമ്പോ ഈ പൂവിന്റെ അങ്ങനെ എന്തെങ്കിലും അഫക്ട് ചെയ്യോ? ഈ റീസെന്റ് ഗാർഡനിൽ കുറച്ച് പ്ലാന്റ്സ് വെച്ചു. അത് ഈ പോളൻ അലർജി ഭയങ്കര കോമൺ ആണ്. പിന്നെ ഒരു അലർജിക്കുള്ള ഒരു ലൂബ്രിക്കന്റ് അല്ലാത്തൊരു മരുന്ന് നമുക്ക് കാണാണ്ട് അങ്ങനെ പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല. അപ്പം അതിനുള്ള മരുന്നുകൾ ഉണ്ട്. അലർജി കുറയ്ക്കാനുള്ള മരുന്നുകളും അത് കാരണമുള്ള ഇൻഫ്ലമേഷൻ കുറയ്ക്കാനുള്ള മരുന്നുകളും ഉണ്ട്. ശരി ഡോക്ടർ കട്ടായി തോന്നുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ പറഞ്ഞ സർജറി കഴിഞ്ഞു, ഇപ്പോൾ ഗ്ലാസ് വെക്കേണ്ടി വരും എന്നെല്ലാം പറഞ്ഞു. പക്ഷെ അതിനുശേഷം ആ കണ്ണിനെ പിന്നെ എങ്ങനെയൊക്കെയാണ് നമ്മൾ കൂടുതൽ ശുശ്രൂഷിക്കേണ്ടത്? വീണ്ടും മരുന്നിലേക്ക് കാര്യങ്ങളൊക്കെ വീണ്ടും ഉണ്ടോ? എത്ര നാളിന് ശേഷം വീണ്ടും ചെക്കപ്പ് കാര്യങ്ങൾ, ഈ പറയുന്ന ലെൻസ് വീണ്ടും മാറ്റി വെക്കേണ്ട അവസ്ഥ, ഇതൊക്കെ ഉണ്ടാവാറുണ്ടോ? നമ്മൾ അങ്ങനെ ലെൻസ് മാറ്റി വെക്കേണ്ട അവസ്ഥ ഉണ്ടാവേണ്ട കാര്യമില്ല. അൺലെസ് വല്ല ട്രോമ, എന്തെങ്കിലും മുറിവ് വെച്ച് അങ്ങനെയൊക്കെ ആയില്ല. നമ്മൾ ഇടുന്ന ലെൻസ് നമ്മൾ ജീവിതകാലം മുഴുവൻ ഇരിക്കാൻ വേണ്ടി തന്നെ ഇടുന്നത്. ഈവൻ ചെറിയ കുട്ടികളുടെ തിമിരത്തിന് പോലും നമ്മൾ ഇനിയുള്ള കാലം മുഴുവൻ വെക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇൻട്രാക്കുലർ ലെൻസസ് വെക്കുന്നത്. അപ്പൊ അത് എടുത്ത് മാറ്റേണ്ട കാര്യങ്ങളൊന്നും വരുന്നില്ല. നോർമലായിട്ടും ഒരു അൺകോംപ്ലിക്കേറ്റഡ് സർജറിയിൽ അത് അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമില്ല. പിന്നെ ഉള്ളത് നമ്മൾ ഈ പറഞ്ഞല്ലോ, ഒരു പാടയുടെ മുകളിലാണ് ഈ ലെൻസ് വെക്കുന്നത്. അപ്പൊ ഈ കാറ്ററാക്റ്റിന്റെ ഒരു പ്രശ്നം, അവിടെ ഒരു സെല്ല് ഉണ്ടെങ്കിൽ പോലും അതൊന്നും ഇങ്ങനെ വളരാം, പക്ഷെ കാറ്ററാക്റ്റ് ആയിട്ട് വളരെയല്ല, ചെറിയ പാട പോലെ വരാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ചെറിയൊരു പ്രൊസീജിയർ ഉണ്ട്, യാഗ്ലേസർ എന്ന് പറഞ്ഞിട്ട്. അത് വെച്ചിട്ട് നമ്മൾ കാണുന്ന ഭാഗം നമുക്ക് പൊട്ടിച്ച് കളയാൻ പറ്റും. അതൊരു ചെറിയ സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയറാണ്. അതാണ് പിന്നെ നമുക്ക് കാറ്ററാക്റ്റിൽ വരാൻ സാധ്യത, ഒരു അൺകോംപ്ലിക്കേറ്റഡ് കാറ്ററാക്റ്റില്. ഈ സർജറി സാധാരണ രീതിയിൽ എത്ര ദിവസത്തെ പ്രൊസീജിയറാണ്? അതുപോലെ ഇപ്പം ഈ രോഗിക്ക് എന്ന് മുതൽ പഴയ രീതിയിലേക്ക് ആകാൻ സാധിക്കും? സർജറി ഒരു ദിവസങ്ങളൊന്നും വേണ്ട, മിനിറ്റുകളിൽ നടക്കണം. മിനിറ്റുകൾ എന്ന് പറഞ്ഞാൽ ഒരു അരമണിക്കൂറിന്റെ ഉള്ളിൽ നോർമലി ഒരു സർജറി കഴിഞ്ഞു പോകേണ്ടതാണ്, അൺലെസ് എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് കാറ്ററാക്ട് ആണെങ്കിൽ മാത്രം. അപ്പൊ അങ്ങനത്തെ ഒരു സർജറി കഴിഞ്ഞിട്ട് ഇപ്പൊ പണ്ടത്തെ മാതിരി കണ്ണ് കെട്ടി വെക്കുക അങ്ങനത്തെ ഒക്കെ കുറവാണ്.
അധിക സർജറിയിൽ നമ്മൾ കണ്ണ് കെട്ടിയൊന്നും വെക്കില്ല, അപ്പൊ തന്നെ തുറന്ന് വെക്കും. അപ്പോഴത്തന്നെ നമ്മൾ ഡ്രോപ്സ് ഒഴിച്ചു തുടങ്ങും. അങ്ങനെയാണ് ഇപ്പത്തെ മോഡേൺ സർജറിയിൽ പോണത്. അതുകൊണ്ട് റെസ്റ്റ് എന്ന് പറയുന്ന പോലത്തെ ബെഡ് റെസ്റ്റ് അങ്ങനത്തെ ഒന്നും ഇല്ല. എന്നാലും നമ്മൾ കണ്ണ് എപ്പോഴും കണ്ണിന്റെ ഉള്ളിൽ പോയി ഒരു സർജറി ചെയ്യണം. അപ്പൊ അതിലൊരു ഇൻഫെക്ഷൻ വരാതെ നോക്കുകയാണ് നമ്മുടെ ഏറ്റവും വലിയ റോള്. അപ്പൊ അതിൽ മരുന്ന് കൃത്യമായിട്ട് എടുക്കണം, കണ്ണിനെ വൃത്തിയായി സൂക്ഷിക്കണം, പിന്നെ കണ്ണിന്റെ ഉള്ളിലേക്ക് വേറെ ഇംപ്യൂരിറ്റീസ് ഒന്നും പോകരുത്. അതൊക്കെ നമ്മൾ സൂക്ഷിക്കുക എന്നാണ്. ഒരു 1 to 2 weeks നമ്മൾ കുറച്ച് റെസ്റ്റ് എടുക്കാൻ പറയും. എന്തായാലും നമ്മുടെ ബോഡിയിൽ നിന്ന് ഒരു വൂണ്ട് ഹീൽ ചെയ്യാനുള്ള ഒരു ടൈം നമ്മൾ കൊടുക്കുന്നത് നല്ലതാണ്. ഓ, അത് ഈ വീട്ടിൽ ചെന്നിട്ടാണെങ്കിലും അവരും ഈ പറയുന്ന പോലെ മരുന്നും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക, വീണ്ടും ആശുപത്രിയിലേക്ക് പോരേണ്ട അവസ്ഥ വീണ്ടും വരാറ് അങ്ങനെയെല്ലാം ഉണ്ടോ? പൊതുവെ മരുന്ന് കൃത്യമായിട്ട് ഒഴിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും പ്രശ്നം നമ്മൾ എപ്പോഴും പോകുമ്പം നല്ലൊരു കൗൺസിലിംഗ് കൊടുത്തിട്ടാണ് വിടുന്നത്. മരുന്നുകൾ കൃത്യമായിട്ട് ഒഴിക്കണം. ഇപ്പം ഈ പറഞ്ഞ എന്തെങ്കിലും ഒരു ലക്ഷണങ്ങളിൽ വ്യത്യാസമായിട്ട് തോന്നിയ ഉടനെ നമ്മുടെ അടുത്തേക്ക് വരണം എന്ന് നമ്മൾ പറയും. എന്നുവെച്ചാൽ ഇൻഫെക്ഷൻ ഒന്നും വരാതെ നോക്കണം എന്നാണ് ആ ഒരു സമയത്ത് ഏറ്റവും വലിയ ഫാക്ടർ അതാണ്, ഇൻഫെക്ഷൻസ് ഒന്നും. ശരി ഡോക്ടർ, ഒരുപാട് നന്ദി അതിഥിയായി എത്തിയതിന്. ഒരുപാട് സംശയങ്ങൾക്കുള്ള മറുപടി നൽകി. തിമിരത്തിന്റെ ചികിത്സയെക്കുറിച്ചും സർജറിയെക്കുറിച്ചുള്ള വളരെ ആധികാരികമായി തന്നെ ഡോക്ടർ സംസാരിച്ചു. ഒരുപാട് നന്ദി. മറ്റൊരു വിഷയമായി ഡോക്ടർക്ക് ഇനി നാളെ കാണാം. നമസ്കാരം.